انظر كيف فضلنا بعضهم على بعض وللآخرة أكبر درجات وأكبر تفضيلا. എന്നാൽ ഇഹത്തിൽ തന്നെ നാം ചിലരേക്കാൾ അനുഗ്രഹിച്ചിട്ടുള്ളതെങ്ങനെയെന്ന് നോക്കുക. പരലോകത്തിൽ അവരുടെ സ്ഥാനം ഇനിയും ഉന്നതമായിരിക്കും. ശ്രേഷ്ഠത കൂടുതൽ വർദ്ധിക്കുകയും ചെയ്യും. അതായത് പരലോകം ആഗ്രഹിക്കുന്നവർക്ക് ഭൗതിക പൂജകരേക്കാൾ ശ്രേഷ്ഠതയുണ്ടെന്ന വസ്തുത ഐഹിക ജീവിതത്തിൽ തന്നെ തെളിഞ്ഞു കാണാവുന്നതാണ്. ഈ ശ്രേഷ്ഠത അവർക്ക് ഭക്ഷ്യവിഭവങ്ങളും വസ്ത്രങ്ങളും പാർപ്പിടങ്ങളും വാഹനങ്ങളും മറ്റു ഭൗതിക വസ്തുക്കളും മറ്റുള്ളവരെക്കാൾ കുറെ കൂടുതലുണ്ടാവുമെന്ന അർത്ഥത്തിലല്ല, മറിച്ച് അതിന്റെ അർത്ഥം ഇതാണ്: ഇവർക്ക് എന്ത് ലഭിക്കുന്നുവോ അത് സത്യത്തിന്റെയും വിശ്വസ്തതയുടെയും അടിസ്ഥാനത്തിൽ ലഭിക്കുന്നതാണ്. എന്നാൽ അവർക്ക് ലഭിക്കുന്നതത്രയും അക്രമത്തിലൂടെയും വിശ്വാസവഞ്ചനയിലൂടെയും വിവിധങ്ങളായ മറ്റു നിഷിദ്ധ മാർഗങ്ങളിലൂടെയും മാത്രമാണ്. പിന്നീട് ഇവർക്ക് ലഭിക്കുന്നതെല്ലാം ഇവർ നീതിയോടുകൂടി ചെലവഴിക്കുന്നു. അതിൽ അവകാശികൾക്കുള്ള അവകാശങ്ങൾ വിട്ടുകൊടുക്കുന്നു. അതിൽ നിന്ന് ചോദിക്കുന്നവർക്കും വിഷമത അനുഭവിക്കുന്നവർക്കും പങ്കു ലഭിക്കുന്നു. ദൈവപ്രീതിക്ക് വേണ്ടി വേറെയും നല്ല കാര്യങ്ങളിൽ ധനം ചെലവഴിക്കുന്നു. എന്നാൽ ഭൗതിക പൂജകന്മാർക്ക് ലഭിക്കുന്ന സമ്പത്തത്രയും അവർ നിഷിദ്ധവും വിനാശകരവുമായ വിവിധ കാര്യങ്ങളിൽ ധൂർത്തടിക്കുകയാണ് ചെയ്യുന്നത്. പരലോകം ആഗ്രഹിക്കുന്നവർ ദൈവഭക്തിയും പരിശുദ്ധ സ്വഭാവങ്ങളും അവലംബിച്ചവരാണ്. അതിനാൽ കഷ്ണം വെച്ച കുപ്പായത്തിലും ചെറ്റക്കുടിലുമാണ് കഴിയുന്നതെങ്കിലും അവരുടെ ജീവിതം ഉജ്ജ്വലമായി കാണപ്പെടുന്നു. ഭൗതിക പൂജകരുടെ ജീവിതം അന്ധകാരമയമായി മാത്രമേ കണ്ണുള്ള ആർക്കും കാണാൻ കഴിയുകയുള്ളൂ. ഇതുകൊണ്ടാണ് വലിയ സ്വേച്ഛാധിപതികളായ ചക്രവർത്തിമാരെക്കുറിച്ചും കോടീശ്വരന്മാരെക്കുറിച്ചും അവരുടെ സഹജീവികളായ മനുഷ്യരുടെ മനസ്സിൽ ശരിയായ ആദരവോ സ്നേഹമോ വിശ്വാസമോ ഇല്ലാതിരിക്കുന്നത്. നേരെമറിച്ച് അങ്ങേയറ്റം ദരിദ്രവാസികളായ ദൈവഭക്തന്മാരുടെ ശ്രേഷ്ഠത സ്വയം ഭൗതിക പൂജകരായ ആളുകൾ തന്നെ അംഗീകരിക്കാൻ നിർബന്ധിതരാവുകയും ചെയ്യുന്നു. വളരെ വ്യക്തമായ ഈ അടയാളങ്ങൾ തന്നെ പരലോകത്തുനിന്ന് ലഭിക്കുന്ന പ്രത്യേകമായ വിജയം ഈ രണ്ടു വിഭാഗത്തിൽ ഏതിനാണ് ലഭിക്കുക എന്ന കാര്യത്തിലേക്ക് ശരിയായ സൂചന നൽകുന്നുണ്ട്. لا تجعل مع الله إلها آخر فتقعد مذموما مخذولا. നീ അല്ലാഹുവിന്റെ കൂടെ മറ്റൊരു ദൈവത്തിനെയും സ്വീകരിക്കരുത്. സ്വീകരിച്ചാൽ നീ നിന്ദിതനും നിസ്സഹായനുമായി തീരും. ഇതിന് ഇങ്ങനെയും പരിഭാഷ പറയാം: അല്ലാഹുവോടൊപ്പം നീ വേറൊരു ദൈവത്തെ സ്വീകരിക്കരുത്, അല്ലെങ്കിൽ അല്ലാഹുവോടൊപ്പം മറ്റാരെയും ദൈവമാക്കി വെക്കരുത്. وَقَضَى رَبُّكَ أَلَّا تَعْبُدُوا إِلَّا إِيَّاهُ وَبِالْوَالِدَيْنِ إِحْسَانًا إِمَّا يَبْلُغَنَّ عِندَكَ الْكِبَرَ أَحَدُهُمَا أَوْ كِلَاهُمَا فَلَا تقل لهما أف ولا تنهرهما وقل لهما قولا كريما. നിന്റെ നാഥൻ വിധിച്ചിരിക്കുന്നു, നിങ്ങൾ അവനു മാത്രമല്ലാതെ മറ്റാർക്കും ഇബാദത്ത് ചെയ്യരുത്. മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണം. നിങ്ങളുടെ അടുക്കൽ അവരിൽ ഒരാളോ രണ്ടുപേരുമോ വാർദ്ധക്യം പ്രാപിക്കുന്നുവെങ്കിൽ അപ്പോൾ അവരോട് ഛേ എന്ന് പോലും പറയരുത്. പരുഷമായി സംസാരിക്കയുമരുത്, മറിച്ച് ആദരവോടെ സംസാരിക്കുക. ഇസ്ലാം അതിന്റെ സമ്പൂർണമായ മാനുഷിക ജീവിത വ്യവസ്ഥ സ്ഥാപിക്കാൻ നിശ്ചയിച്ച സുപ്രധാനമായ അടിസ്ഥാന തത്വങ്ങൾ സമർപ്പിക്കുകയാണിവിടെ. തിരുമേനിയുടെ മക്ക ജീവിതത്തിന്റെ അന്തിമഘട്ടത്തിലും മദീന ജീവിതത്തിന്റെ ആദ്യഘട്ടത്തിലുമായി അവിടുന്ന് സമർപ്പിച്ച തന്റെ പ്രബോധനത്തെ സംബന്ധിച്ചുള്ള ഒരു വിജ്ഞാപനമാണിത്. ഈ പുതിയ ഇസ്ലാമിക സമൂഹത്തിന്റെയും രാഷ്ട്രത്തിന്റെയും അടിത്തറ ചിന്താപരമായും ധാർമ്മികമായും നാഗരികമായും സാമ്പത്തികമായും നിയമപരമായും ഏതേത് തത്വങ്ങളിൽ അധിഷ്ഠിതമായിരിക്കുന്നുവെന്ന് ഇതിൽ നിന്ന് ലോകത്തിന് മനസ്സിലാക്കാം. അല്ലാഹു അല്ലാത്ത മറ്റാരെയും ആരാധിക്കുകയോ പൂജിക്കുകയോ ചെയ്യരുതെന്ന് മാത്രമല്ല ഇതിന്റെ ഉദ്ദേശ്യം, മറിച്ച് അടിമത്തവും ആരാധനയും നിരുപാധികമായ അനുസരണവും അവനു മാത്രം ചെയ്യുക. അവന്റെ കൽപ്പനകളെ കൽപ്പനകളായും അവന്റെ നിയമങ്ങളെ നിയമങ്ങളായും അംഗീകരിക്കുക. അവനല്ലാത്ത മറ്റാരെയും പരമാധികാരിയായി അംഗീകരിക്കാതിരിക്കുക എന്നിവയും അതിന്റെ ഉദ്ദേശ്യമാണ്.
ഇത് കേവലം മതപരമായ വിശ്വാസത്തിനും വ്യക്തിപരമായ പ്രവർത്തന രീതിക്കും വേണ്ടിയുള്ള ഒരു മാർഗനിർദ്ദേശം മാത്രമല്ല, മറിച്ച് മദീനയിലെത്തിയ ശേഷം നബി തിരുമേനി പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്ന പൂർണ്ണമായ ഒരു ധാർമ്മിക, നാഗരിക, രാഷ്ട്രീയ വ്യവസ്ഥയുടെ അടിസ്ഥാനങ്ങൾ കൂടിയാണ്. അല്ലാഹുവാണ് രാഷ്ട്രത്തിന്റെ ഉടമസ്ഥനും രാജാവുമെന്നും അവന്റെ നിയമങ്ങളാണ് രാഷ്ട്രത്തിന്റെ നിയമങ്ങളെന്നുമുള്ള സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായിരുന്നു ആ വ്യവസ്ഥ. واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. അവരുടെ മുമ്പിൽ കനിവോടും കാരുണ്യത്തോടും കൂടി വിനീതരായി പെരുമാറുക. ഇപ്രകാരം പ്രാർത്ഥിക്കുകയും ചെയ്യുക: നാഥ, എന്റെ കുട്ടിക്കാലത്ത് അവർ എന്നെ സ്നേഹവാത്സല്യങ്ങളോടെ പരിപാലിച്ചതുപോലെ നീ അവർക്ക് കാരുണ്യമരുളേണമേ. അല്ലാഹുവിനു ശേഷം മാതാപിതാക്കളോടുള്ള ബാധ്യതകൾക്കാണ് ഏറ്റവും മുൻഗണന നൽകേണ്ടതെന്ന് ഈ സൂക്തത്തിൽ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. സന്താനങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കുകയും അവരെ സേവിക്കുകയും അവരോട് മര്യാദയോടെ വർത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. സമൂഹത്തിന്റെ പൊതു സ്വഭാവം സന്താനങ്ങൾക്ക് മാതാപിതാക്കളോട് സ്നേഹബന്ധങ്ങളില്ലാതാകുന്നതാവരുത്, മറിച്ച് അവരെ മാതാപിതാക്കളോട് നന്മ ചെയ്യുന്നവരും മാതാപിതാക്കളെ ആദരിക്കുന്നവരുമാക്കുന്നതാവണം. അതേപോലെ ചെറുപ്പത്തിൽ മാതാപിതാക്കൾ അവരെ ഏതു പ്രകാരം സംരക്ഷിക്കുകയും സ്നേഹിച്ചു വളർത്തുകയും ചെയ്തുവോ അതേ പ്രകാരം മാതാപിതാക്കളുടെ വാർദ്ധക്യകാലത്ത് അവരെ ശുശ്രൂഷിക്കാൻ സന്താനങ്ങളെ പഠിപ്പിക്കണം. ഈ സൂക്തവും ഒരു ധാർമ്മിക നിർദ്ദേശമല്ല, മറിച്ച് അവയുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഹദീസുകളിലും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും വിശദീകരിക്കപ്പെട്ട മാതാപിതാക്കളുടെ ബാധ്യതകളും അവകാശങ്ങളും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, മുസ്ലിം സമൂഹത്തിന്റെ ആത്മീയവും ധാർമ്മികവുമായ സംസ്കരണത്തിന് മാതാപിതാക്കളോട് മര്യാദയിൽ വർത്തിക്കുക, അവരെ അനുസരിക്കുക, അവരോടുള്ള ബാധ്യതകൾ നിർവഹിക്കുക എന്നീ കാര്യങ്ങൾ ഒരു സുപ്രധാന ഘടകമെന്ന നിലയിൽ തന്നെ അവരുടെ സാംസ്കാരിക മര്യാദകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവഴി ഇസ്ലാമിക രാഷ്ട്രം അതിന്റെ നിയമങ്ങളിലൂടെയും വ്യവസ്ഥാപിതമായ ചട്ടങ്ങളിലൂടെയും വിദ്യാഭ്യാസ നയത്തിലൂടെയും ആവശ്യപ്പെടുന്നതിതാണ്: കുടുംബ സംവിധാനം ഭദ്രവും സുരക്ഷിതവുമാക്കി തീർക്കാൻ പരിശ്രമിക്കുക, ഒരിക്കലും അതിനെ ദുർബലമാക്കരുത്. ഈ നിർദ്ദേശങ്ങൾ ശാശ്വതമായ ഒരടിസ്ഥാനമായി അംഗീകരിച്ചിരിക്കുകയാണ്. റബ്ബുകും അഅലമു ബിമാ ഫീ നുഫൂസികും ഇൻ തകൂനൂ സാലിഹീന ഫഇന്നഹു കാന ലിൽ അവ്വാബീന ഗഫൂറാ. നിങ്ങളുടെ മനസ്സുകളിലുള്ളതെന്താണെന്ന് നാഥന് നന്നായറിയാം. നിങ്ങൾ സച്ചരിതരാവുകയാണെങ്കിൽ തെറ്റുകളിൽ ബോധവാനായിക്കൊണ്ട് ദൈവദാസ്യത്തിലേക്ക് തിരിച്ചുവരുന്നവർക്കൊക്കെയും അവൻ ഏറെ പൊറത്തു കൊടുക്കുന്നവനാകുന്നു. وآت ذا القربى حقه والمسكين وابن السبيل ولا تبذر تبذيرا. ബന്ധുവിന് അവന്റെ അവകാശം നൽകണം, ദരിദ്രനും സഞ്ചാരിക്കും അവരുടെ അവകാശവും നൽകണം, ദുർവ്യയമരുത്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന അശ്ശയാതീൻ വകാന അശ്ശൈത്താനു ലിറബ്ബിഹി കഫൂറാ. തീർച്ചയായും ധൂർത്തന്മാർ ചെകുത്താന്മാരുടെ സഹോദരങ്ങളാകുന്നു, ചെകുത്താനോ തന്റെ റബ്ബിനോട് നന്ദി കെട്ടവനുമാകുന്നു. وَإِمَّا تُعْرِضَنَّ عَنْهُمُ ابْتِغَاءَ رَحْمَةٍ مِّن رَّبِّكَ تَرْجُوهَا فَقُل لَّهُمْ قَوْلًا مَّيْسُورًا. നീ ആഗ്രഹിക്കുന്ന ദൈവാനുഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ട് ബന്ധുക്കളുടെയും ദരിദ്രരുടെയും സഞ്ചാരികളുടെയും ആവശ്യങ്ങളെ താൽക്കാലികമായി അവഗണിക്കേണ്ടി വന്നാൽ അവരോട് സൗമ്യമായി സംസാരിക്കണം. ഈ 3 വകുപ്പുകളുടെയും ഉദ്ദേശ്യം ഇതാണ്: മനുഷ്യൻ തന്റെ സമ്പാദ്യവും സമ്പത്തുകളും തനിക്ക് വേണ്ടി മാത്രമാക്കി വെക്കരുത്, മറിച്ച് തന്റെ ആവശ്യങ്ങൾ നീതിപൂർവം നിർവഹിച്ച ശേഷം ബന്ധുക്കൾ, അയൽവാസികൾ, ഞെരുക്കക്കാരായ മറ്റു മനുഷ്യർ എന്നിവരോടുള്ള ബാധ്യതകൾ കൂടി നിർവഹിക്കേണ്ടതുണ്ട്. സാമൂഹിക ജീവിതത്തിൽ സഹകരണത്തിന്റെയും സഹാനുഭൂതിയുടെയും നീതിയുടെയും വികാരങ്ങൾ സ്ഥായിയായി നിലനിൽക്കേണ്ടതുണ്ട്. ഓരോ ബന്ധുവും മറ്റേ ബന്ധുവിന്റെ സഹായിയാവണം. ഒരു യാത്രക്കാരൻ ഏതൊരു പ്രദേശത്തെത്തിപ്പെട്ടാലും അവിടെ ആതിഥ്യ മര്യാദകൾ പാലിക്കുന്ന ജനങ്ങളുണ്ടായിരിക്കണം.
സമൂഹത്തിൽ ബാധ്യതയെക്കുറിച്ചുള്ള വിഭാവനം വളരെ വിപുലമാവണം. എത്രത്തോളമെന്നാൽ താൻ ഏതൊരു ജനവിഭാഗത്തിലാണോ താമസിക്കുന്നത് അവരെല്ലാവരും തന്നിലും തന്റെ സമ്പത്തിലും അവകാശമുള്ളവരാണെന്ന് മനസ്സിലാക്കണം. അവർക്ക് വല്ല സേവനങ്ങളും ചെയ്യുകയാണെങ്കിൽ അവരോടുള്ള ചുമതലകൾ നിർവഹിക്കുന്നു എന്നു കരുതിക്കൊണ്ടായിരിക്കണം ചെയ്യുന്നത്. അവർക്കൊരു വലിയ ഔദാര്യം ചെയ്യുകയാണെന്ന വിചാരത്തോടെ ആവരുത്. ഇനി വല്ലവർക്കും വല്ല സേവനവും ചെയ്യാൻ സാധിക്കാതെ ഒഴികഴിവ് പറയേണ്ടി വരികയാണെന്ന് കരുതുക. അപ്പോൾ അവരോട് ക്ഷമാപണം നടത്തുകയും ദൈവത്തിന്റെ ദാസരെ സേവിക്കാൻ സാധിക്കുമാറ് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാണ്. ഇസ്ലാമിക വിജ്ഞാപനത്തിലെ ഈ വകുപ്പുകളും വ്യക്തിപരമായ ധാർമ്മിക അധ്യാപനങ്ങൾ മാത്രമായിരുന്നില്ല, മറിച്ച് കുറച്ചു കാലത്തിനു ശേഷം വിശുദ്ധ മദീനയിലെ സമൂഹത്തിലും രാഷ്ട്രത്തിലും ഇവയുടെ അടിസ്ഥാനത്തിലായിരുന്നു നിർബന്ധ ദാനങ്ങളുടെയും ഐച്ഛിക ദാനധർമ്മങ്ങളുടെയും നിയമങ്ങൾ നടപ്പാക്കിയത്. വസിയ്യത്തിന്റെയും അനന്തരാവകാശത്തിന്റെയും വഖഫിന്റെയും മാർഗങ്ങൾ നിശ്ചയിച്ചത്, അനാഥകളുടെ അവകാശ സംരക്ഷണത്തിന് വ്യവസ്ഥ ചെയ്തത്, ഓരോ യാത്രക്കാരനും ചുരുങ്ങിയത് 3 ദിവസമെങ്കിലും ആതിഥ്യം നൽകേണ്ടത് ഓരോ പ്രദേശത്തുകാരുടെയും ബാധ്യതയായി നിശ്ചയിച്ചത് തുടങ്ങിയവയെല്ലാം ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. പിന്നീട് അതോടൊപ്പം സമൂഹത്തിന്റെ ധാർമ്മിക വ്യവസ്ഥ പ്രാവർത്തികമായി തന്നെ പുനഃസംവിധാനിക്കപ്പെടുകയുണ്ടായി. സാമൂഹിക അന്തരീക്ഷത്തിൽ അനുകമ്പയുടെയും അനുഭാവത്തിന്റെയും സഹായ സഹകരണത്തിന്റെയും ചൈതന്യം തുടിച്ചുകൊണ്ടിരുന്നു. എത്രത്തോളമെന്നാൽ ജനങ്ങൾ സ്വന്തം നിലയ്ക്ക് തന്നെ നിയമപരമായ ബാധ്യതകൾക്ക് പുറമെ നിയമത്തിന്റെ ശക്തി കൊണ്ട് ആവശ്യപ്പെടുകയോ നടപ്പാക്കുകയോ ചെയ്യാത്ത ധാർമ്മികമായ ബാധ്യതകൾ കൂടി മനസ്സിലാക്കാനും നിർവഹിക്കാനും തുടങ്ങി. ولا تجعل يدك مغلولة إلى عنقك ولا تبسطها كل البسط فتقعد ملوما محسورا. നിന്റെ കൈ പിരടിയിൽ കെട്ടിവെക്കരുത്, മുഴുവനായി തുറന്നിടുകയും അരുത്. അങ്ങനെയായാൽ നീ നിന്ദിതനും ദുഃഖിതനുമായി തീരും. കൈ കെട്ടിവെക്കുക എന്നത് ലുബ്ധിനെയും കൈകൾ മുഴുവനായി തുറന്നിടുക എന്നത് അമിത വ്യയത്തെയും കുറിക്കുന്ന ആലങ്കാരിക പ്രയോഗങ്ങളാണ്. കഴിഞ്ഞ 4 വകുപ്പുകളോടൊപ്പം ഈ 2 വകുപ്പുകൾ കൂടി ചേർത്ത് വായിക്കുമ്പോൾ ആശയം ഇങ്ങനെ മനസ്സിലാക്കാം. ജനങ്ങൾക്കിടയിൽ സന്തുലിതമായ ഒരവസ്ഥ ഉണ്ടായിരിക്കണം. അവർ ലുബ്ധന്മാരായി സമ്പത്തിന്റെ കറക്കം തടയാൻ പാടില്ല. അമിതമായി ചെലവഴിച്ചുകൊണ്ട് സാമ്പത്തിക ശക്തി നശിപ്പിച്ചു കളയാനും പാടില്ല. ഇതിനിടയിൽ തികച്ചും സന്തുലിതമായ ഒരു വീക്ഷണമായിരിക്കണം അവർക്കുണ്ടായിരിക്കേണ്ടത്. ആവശ്യത്തിന് ചെലവഴിക്കാതിരിക്കരുത്. അനാവശ്യത്തിന് ചെലവഴിക്കുന്ന ദുസ്വഭാവം ഉണ്ടായിരിക്കരുത്. ആർഭാടത്തിനും മറ്റുള്ളവരെ കാണിക്കുന്നതിനും വേണ്ടി ചെലവഴിക്കുക, അധാർമിക മാർഗങ്ങളിൽ ചെലവഴിക്കുക തുടങ്ങി മനുഷ്യന്റെ യഥാർത്ഥ ആവശ്യത്തിനും ഉപകാരപ്രദമായ കാര്യത്തിനുമല്ലാതെ ഏതെല്ലാം തെറ്റായ മാർഗത്തിൽ സമ്പത്ത് ദൂർത്തടിക്കുന്നുവോ അതെല്ലാം യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ധിക്കരിക്കലാണ്. ഈ വിധത്തിൽ സമ്പത്ത് ദൂർത്തടിക്കുന്നവർ പിശാചിന്റെ സഹോദരങ്ങളാണ്. ഈ വകുപ്പുകളും കേവല ധാർമ്മിക അധ്യാപനങ്ങളുടെയും വ്യക്തിപരമായ മാർഗനിർദ്ദേശങ്ങളുടെയും പരിധിയിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. മറിച്ച് ഒരു ഉത്തമ സമൂഹം സ്വഭാവ സംസ്കരണത്തിലൂടെയും സാമൂഹിക സമ്മർദ്ദത്തിലൂടെയും നിയമവ്യവസ്ഥയിലൂടെയും പണം അനാവശ്യമായി ചെലവഴിക്കുന്നത് തടയാൻ ബാധ്യസ്ഥമാണെന്ന് ഇത് വ്യക്തമായി സൂചിപ്പിക്കുന്നു. അതുകൊണ്ടുതന്നെ പിന്നീട് വിശുദ്ധ മദീനയിലെ ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഈ 2 വകുപ്പുകളുടെയും ശരിയായ വ്യാഖ്യാനം വിവിധ രൂപത്തിൽ പ്രാവർത്തികമാക്കപ്പെടുകയുണ്ടായി. ഒരു ഭാഗത്ത് അമിത വ്യയത്തിന്റെയും ആഡംബരത്തിന്റെയും വളരെയധികം മാർഗങ്ങൾ നിയമം മുഖേന നിഷിദ്ധമാക്കി. മറുവശത്ത് നിയമ നടപടികളിലൂടെ സമ്പത്തിന്റെ അമിതവ്യയം തടഞ്ഞു. മൂന്നാമതൊരു വശത്ത് സമൂഹത്തിന്റെ സംസ്കരണത്തിലൂടെ അമിതവ്യയങ്ങൾ വന്നു ചേരുന്ന ഒട്ടേറെ ആചാര സമ്പ്രദായങ്ങൾ അവസാനിപ്പിച്ചു. ഇതിനു പുറമെ അമിതവ്യയമായി കാണപ്പെടുന്ന മറ്റു രൂപങ്ങളെ നിയമം മുഖേന തടയാൻ ഗവൺമെന്റിന് അധികാരവും നൽകി. അതേപോലെ സകാത്തിന്റെയും ദാനധർമ്മങ്ങളുടെയും നിയമങ്ങളിലൂടെ ലുബ്ധിന്റെ ശക്തി കുറച്ചു. ജനങ്ങൾ സമ്പത്ത് കുന്നുകൂട്ടി അതിന്റെ കറക്കം തടയുന്നതിനുള്ള സാധ്യതകൾ ഇല്ലാതാക്കുകയും ചെയ്തു. ഈ സംവിധാനത്തിന് പുറമെ ഔദാര്യത്തെയും ധൂർത്തിനെയും തമ്മിലും മിതവ്യയത്തെയും ലുബ്ധിനെയും തമ്മിലും വ്യക്തമായി വേർതിരിക്കാൻ സഹായകമായ ഒരു വീക്ഷണഗതി പൊതുജനങ്ങളിൽ ഉണ്ടാക്കിത്തീർത്തു. ഈ ജനകീയ വീക്ഷണം ലുബ്ധന്മാരെ അധമരായും ഉദാരമതികളെ ആദരണീയരായും ഗണിച്ചു. ഈ കാലഘട്ടത്തിലെ ആത്മീയവും ധാർമ്മികവുമായ സംസ്കരണത്തിന്റെ സ്വാധീനങ്ങൾ ഇന്നും മുസ്ലിം സമൂഹത്തിൽ കാണപ്പെടുന്നുണ്ട്. മുസ്ലിങ്ങൾ എവിടെയുണ്ടോ അവിടെയെല്ലാം ലുബ്ധന്മാരെയും
പണം കെട്ടിപ്പൂട്ടി വെക്കുന്നവരെയും അന്തസ്സില്ലാത്തവരായാണ് നോക്കിക്കാണുന്നത്. എന്നാൽ ഉദാരമതികളാവട്ടെ അന്തസ്സുള്ളവരും ആദരണീയരുമായി തന്നെ വീക്ഷിക്കപ്പെടുന്നു. ഇന്ന റബ്ബക യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ ഇന്നഹു കാന ബിഇബാദിഹി ഖബീറൻ ബസീറാ. നിന്റെ നാഥൻ ഇച്ഛിക്കുന്നവർക്ക് സമൃദ്ധിയായി വിഭവം നൽകുകയും ഇച്ഛിക്കുന്നവരെ ഞെരുക്കുകയും ചെയ്യുന്നു. അവൻ തന്റെ ദാസന്മാരുടെ അവസ്ഥകളെക്കുറിച്ച് ബോധമുള്ളവനും അവരെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനുമല്ലോ. അല്ലാഹു തന്റെ അടിമകൾക്കിടയിൽ വിഭവങ്ങളുടെ വിതരണത്തിൽ ഏറ്റക്കുറവുകൾ വരുത്തിക്കൊണ്ട് വ്യത്യാസം കൽപ്പിച്ചതിന്റെ ശരിയായ താൽപര്യം മനസ്സിലാക്കാൻ മനുഷ്യന് സാധ്യമല്ല. അതിനാൽ വിഭവ വിതരണത്തിന്റെ പ്രകൃതി വ്യവസ്ഥയിൽ മനുഷ്യൻ തന്റെ കൃത്രിമമായ ആസൂത്രണത്തിലൂടെ കൈകടത്തേണ്ടതില്ല. പ്രകൃതിപരമായ സമത്വത്തെ കൃത്രിമമായ സമത്വമാക്കി മാറ്റുന്നതും അല്ലെങ്കിൽ ഈ അസമത്വത്തിന്റെ പ്രകൃതിപരമായ അതിർത്തികളെ കൂടുതൽ സ്ഥൂലമാക്കി അനീതിയോളം എത്തിക്കുന്നതും ഒരുപോലെ അബദ്ധമാണ്. ദൈവം നിശ്ചയിച്ച വിഭവ വിതരണ മാർഗത്തോട് ഏറ്റവും അടുത്തതേതോ അതാണ് ശരിയായ സാമ്പത്തിക വ്യവസ്ഥ. ഈ വരികളിൽ ഒരു പ്രകൃതി നിയമത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധ തിരിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആഹാരകാര്യത്തിലും ആഹാര സമ്പാദന മാർഗത്തിലുമുള്ള ഏറ്റക്കുറവുകളും വൈവിധ്യങ്ങളും സ്വയം ഒരു തിന്മയാണ്. അവയെ പൂർണ്ണമായും തുടച്ചു നീക്കി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വർഗരഹിതമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കൽ അനിവാര്യമാണ് തുടങ്ങിയ ചിന്താഗതികൾക്ക് മദീനയുടെ പരിഷ്കരണ പരിപാടിയിൽ ഒട്ടും സ്ഥാനമുണ്ടായിരുന്നില്ല. അതിനു വിപരീതമായി മദീനയിൽ മനുഷ്യ നാഗരികതയെ ശരിയായ അടിത്തറയിൽ പടുത്തുയർത്താൻ സ്വീകരിക്കപ്പെട്ട മാർഗം ഇതായിരുന്നു. ദൈവത്തിന്റെ പ്രകൃതി മനുഷ്യർക്കിടയിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വ്യത്യാസങ്ങളെ പ്രകൃതിപരമായ അവസ്ഥയായി അംഗീകരിക്കുക. നേരത്തെ പറഞ്ഞ മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ സാമ്പത്തിക വ്യത്യാസങ്ങളെയും ഏറ്റക്കുറവുകളെയും അക്രമത്തിനും അനീതിക്കും വഴിവെക്കുന്നതാക്കി തീർക്കാതിരിക്കുക. അതിനു പകരം അവയെ അടിമകൾക്കിടയിൽ ഈ വിധത്തിലുള്ള വ്യത്യാസങ്ങൾ സൃഷ്ടിച്ചതുകൊണ്ട് പ്രപഞ്ച സ്രഷ്ടാവായ അല്ലാഹു ഉദ്ദേശിച്ച വിധം ധാർമ്മികവും ആത്മീയവും നാഗരികവുമായ നിരവധി നേട്ടങ്ങളും അനുഗ്രഹങ്ങളും ലഭിക്കുന്നതിനുള്ള മാർഗമാക്കി തീർക്കുകയും ചെയ്യുക.